ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മേഖലയായ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന്റെ വക്കിലാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മരണപ്പെട്ടതും വെറും ഒരു രാജ്യത്തെ ബാധിക്കുന്ന വിഷയമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങളെ ഇത് പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇറാൻ ഒരു സാധാരണ രാഷ്ട്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രഭവ കേന്ദ്രമാണ്. അതിനാൽ തന്നെ ടെഹ്റാനിൽ ഉണ്ടാകുന്ന ഓരോ ചലനവും വാഷിംഗ്ടൺ മുതൽ ജെറുസലേം വരെ പ്രകമ്പനം സൃഷ്ടിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ആഗോള രാഷ്ട്രീയത്തിൽ കൈവരിച്ച സ്ഥാനം സമാനതകളില്ലാത്തതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്വാധീനത്തെ പശ്ചിമേഷ്യയിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാന്റെ നയങ്ങൾ രൂപപ്പെടുത്തിയത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിന് നട്ടലായി ഇറാൻ സ്വയം അടയാളപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങൾക്കും വിപ്ലവകാരികൾക്കും ഇറാൻ ഒരു ആവേശമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ ഇറാൻ നേരിടുന്നത് അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളാണ്. എന്നിട്ടും സ്വന്തമായി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വികസിപ്പിക്കാനും മേഖലയിലെ മറ്റ് രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇറാന് കഴിഞ്ഞു. അലി ഖമേനി ഇറാന്റെ വെറും ഒരു ഭരണാധികാരിയല്ല, മറിച്ച് അവിടുത്തെ പരമോന്നത ആത്മീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്തകൾ പുറത്തു വന്നിരുന്നത് രാജ്യത്തിന്റെ സ്ഥിതിയെ തന്നെ ബാധിച്ചു. IRGC ഖമേനിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം സൈന്യത്തിനുള്ളിലും അധികാര കേന്ദ്രങ്ങളിലും വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം എന്ന പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ പക്കലാണെന്നത് ഈ ഭീതി വർദ്ധിപ്പിക്കുന്നു. അമേരിക്കൻ മാധ്യമമായ ABC ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്നുള്ള രഹസ്യ സന്ദേശങ്ങൾ അമേരിക്കൻ ഏജൻസികൾ ചോർത്തിയതായി സൂചനയുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളായി നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ഏജന്റുമാരെ ഉണർത്താനുള്ള സന്ദേശങ്ങളാണ് ഇവയെന്നാണ് അമേരിക്കയുടെ ഭീതി. ഇവർ പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയേക്കാം എന്ന നിഗമനത്തിലാണ് സുരക്ഷാ ഏജൻസികൾ. തോക്കുകൾക്കും മിസൈലുകൾക്കും അപ്പുറം വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ വാർ ഇവിടെ നടക്കുന്നുണ്ട്. അമേരിക്ക ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നത് ഇറാനെ പ്രകോപിപ്പിക്കാനാണോ അതോ പ്രതിരോധിക്കാനാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഈ വർഷം ഫെബ്രുവരി 28 നടന്ന സംയുക്ത സൈനിക അഭ്യാസം ഈ മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലെത്തിച്ചു. ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കാനും അവരുടെ ആണവ കേന്ദ്രങ്ങളെ ഭയപ്പെടുത്താനുമുള്ള നീക്കമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. ഇറാൻ തങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഓരോ നീക്കത്തിനും തുല്യമായി പ്രതികരണം നൽകാൻ സന്നദ്ധമാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മേഖലയിലെ പല സായുധ ഗ്രൂപ്പുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇറാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും പരിശീലനവും നൽകുന്നതും ഇറാനാണ്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഹൂതികളുടെ പിന്നിലും ഇറാന്റെ കരങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലെ ഷിയ മിലീഷ്യകൾ ഇറാന്റെ നിർദ്ദേശപ്രകാരമാണ് നീങ്ങുന്നത്. ഇറാന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രയേലിനും എതിരായ ആക്രമണമായി മാറും. സൈനിക സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടോ ഇറാനെ പൂർണ്ണമായും കീഴടക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിക്കുന്നു. ഇറാനെ ഒരു ഭീകര രാഷ്ട്രമായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ സുരക്ഷാ ആശങ്കകളെയും ചരിത്രപരമായ അനുഭവങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. പശ്ചിമേഷ്യയിൽ സ്ഥിരമായ സമാധാനം വേണമെങ്കിൽ ഇറാനെയും സൗദി അറേബ്യയും പോലുള്ള പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള ധാരണയും അനിവാര്യമാണ്. പാശ്ചാത്യ ഇടപെടലുകൾ പലപ്പോഴും സമാധാനത്തെക്കാൾ അസ്ഥിരതയ്ക്കാണ് കാരണമാകുന്നതെന്ന വിമർശനവും വ്യാപകമാണ്. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ സംഭവവികാസങ്ങൾ ലോകരാഷ്ട്രീയത്തെ ഒരു വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു അധികാര കൈമാറ്റമോ അല്ലെങ്കിൽ സൈനിക നീക്കമോ മാത്രമല്ല, മറിച്ച് വരും പതിറ്റാണ്ടുകളിൽ ലോകം എങ്ങനെയായിരിക്കണം എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ഒരു വശത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങളും മറുവശത്ത് ഇറാന്റെ സന്ധിയില്ലാത്ത പോരാട്ട വീര്യവും നിലനിൽക്കുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ അഗ്നിപർവ്വതമായി പുകയുകയാണ്. സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ അത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മഹാവിപത്തിലേക്കായിരിക്കും നയിക്കുക. ഇറാന്റെ സൈനിക വ്യൂഹത്തിലെ ഏറ്റവും കരുത്തുറ്റതും സ്വാധീനമുള്ളതുമായ വിഭാഗമാണ് IRGC എന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ രാജ്യത്തെ പുതിയ ഭരണക്രമത്തെ ആഭ്യന്തരവും വിദേശവുമായ ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായാണ് ഇത് രൂപീകരിച്ചത്. സാധാരണ സൈന്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇറാന്റെ പരമോന്നത നേതാവിനോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഈ വിഭാഗം വെറും ഒരു സൈന്യം മാത്രമല്ല, വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ ശക്തി കൂടിയാണ്. IRGCയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും 5 വിഭാഗങ്ങളിലായാണ് വിന്യസിച്ചിരിക്കുന്നത്. കര, വ്യോമ, നാവിക സേനകൾ ആധുനിക ആയുധങ്ങളും മിസൈൽ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്നു. ഖുദ്സ് ഫോഴ്സ് ഇറാന് പുറത്തുള്ള രഹസ്യ സൈനിക നീക്കങ്ങൾക്കും വിദേശ സായുധ ഗ്രൂപ്പുകൾക്ക് പരിശീലനവും പിന്തുണയും നൽകുന്നതിനും നേതൃത്വം നൽകുന്നു. ബസിച്ച് ആഭ്യന്തര സുരക്ഷയ്ക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ സജ്ജരാക്കുന്നതിനുമായുള്ള വിഭാഗം. സൈനിക പ്രവർത്തനങ്ങൾക്ക് പുറമെ ഇറാന്റെ നിർമ്മാണ മേഖല, എണ്ണവാതക വ്യവസായം, ടെലികോം തുടങ്ങിയ മേഖലകളിൽ IRGCക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട്. രാജ്യത്തിന്റെ മിസൈൽ, ഡ്രോൺ പദ്ധതികളുടെ പ്രധാന നിയന്ത്രണം ഇവരുടെ കൈകളിലാണ്. പശ്ചിമേഷ്യയിലെ ഇറാന്റെ സ്വാധീനം ഉറപ്പിക്കുന്നതിൽ IRGC വഹിക്കുന്ന പങ്കും നിർണായകമാണ്. അതിനാൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ ഒരു ഭീഷണിയായാണ് കാണുന്നത്.